ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LP UP HS വിഭാഗത്തിനുള്ള സയൻസ് ക്യൂസിലെ ചില പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാക്കുന്ന രോഗാവസ്ഥ ഏതാണ്? ഉത്തരം ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന രോഗാവസ്ഥയാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തനഷ്ടമുണ്ടാക്കുന്നത്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന ഉപകരണമാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം O ഗ്രൂപ്പ്. എല്ലാവർക്കും രക്തദാനം ചെയ്യാവുന്ന ഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം തലച്ചോർ. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം സ്കർവി. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ അഭാവം മൂലം മനുഷ്യന് ഉണ്ടാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഉത്തരം സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഉത്തരം മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം സംഭവിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നറിയപ്പെടുന്നത്. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ഉത്തരം ക്ഷയം. BCG വാക്സിൻ എടുക്കുന്നത് ക്ഷയരോഗത്തെ തടയാനാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്ന് ഏതാണ്? ഉത്തരം ഇൻസുലിൻ. ഇൻസുലിനാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളിൽ രണ്ടാമത്തേത്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? ഉത്തരം നീലവൃത്തം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നത് നീലവൃത്തമുള്ള ലോഗോ ആണ്. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? ഉത്തരം ഫംഗസ്. ഫംഗസ് ആണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളം വിരുന്നെത്തുന്ന സ്ഥലം ഏതാണ്? ഉത്തരം തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന സ്ഥലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 206. മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണ് ഉള്ളത്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? ഉത്തരം മനുഷ്യൻ. മനുഷ്യനാണ് ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്?
ഉത്തരം ജനീവ. ജനീവയിലാണ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മണ്ണുത്തി. മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വാതകം. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ഗ്രിഗർ ജോഹാൻ മെൻഡലിനെയാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്നാണ് മുയലിനെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. വിഡാൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഉത്തരം ടൈഫോയിഡ്. ടൈഫോയിഡ് രോഗനിർണയത്തിനാണ് വിഡാൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ക്വാഷിയോർക്കർ. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ക്വാഷിയോർക്കർ ആണ്. പ്രായപൂർത്തിയായ ഒരാളുടെ വായിൽ എത്ര പല്ലുകളുണ്ട്? ഉത്തരം 32. 32 പല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരാളുടെ വായയിൽ ഉണ്ടാകുന്നത്. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? ഉത്തരം ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഉത്തരം ഇനാമൽ. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്ലാസ്മ. പ്ലാസ്മ എന്ന പേരിലാണ് രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഹൃദ്യം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഹൃദ്യം. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 mmHg. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദത്തിന്റെ കണക്ക് 120/80 mmHg ആണ്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏതു ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം അയഡിൻ. അയഡിന്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ എന്ന രോഗം ഉണ്ടാകുന്നത്. ഫീമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം കാല്. ഫീമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം കാലാണ്.